നമസ്കാരം ഗൈസ്, എല്ലാ സുഹൃത്തുക്കൾക്കും AV ഓട്ടോമോട്ടീവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾക്ക് സെയിലിന് വന്നിരിക്കുന്നത് 2015 മോഡൽ ഫോർഡ് ഫിഗോയാണ്. 2015 മോഡൽ ഫോർഡ് ഫിഗോ ട്രെൻഡ് ഡീസൽ ഓപ്ഷനാണ്. വൈറ്റ് കളർ കാറ് വിത്ത് മാനുവൽ ഗിയർ ബോക്സ്. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. എങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ഈ ഒരു സെയിലിന് വന്നിരിക്കുന്ന വണ്ടികളുടെ കറക്റ്റ് കാര്യങ്ങൾ എനിക്ക് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയറും ചെയ്യുക. നമുക്ക് വണ്ടിയുടെ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയുള്ളതാണെന്ന് ചെക്ക് ചെയ്യാം. പേപ്പർ ഭാഗത്തെ പറ്റിയുള്ള സകല ഡീറ്റെയിൽസും, അതുപോലെ തന്നെ വണ്ടി അവൈലബിൾ ആയിട്ടുള്ള സ്ഥലവും, വണ്ടിയുടെ സെല്ലിംഗ് പ്രൈസും, ഈ കാര്യങ്ങളെല്ലാ ഡീറ്റെയിൽസും, അതുപോലെ തന്നെ വണ്ടിയുടെ IDV വാല്യൂ, ഫിനാൻസ് കിട്ടുമോ, അതുപോലെ അല്ലെങ്കിൽ ഫിനാൻസ് അവൈലബിൾ ആണ് എന്നീ കാര്യങ്ങളെല്ലാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവർ കണ്ടു കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഡിസ്ക്രിപ്ഷൻ കൂടി വായിച്ച് നോക്കുക. പിന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, വണ്ടിയുടെ വിലയോ കാര്യങ്ങളോ ഒരിക്കലും ഫിക്സ് ചെയ്യുന്നത് ഞാനല്ല. ഞാൻ ജസ്റ്റ് ആ ഒരു വണ്ടി കണ്ടിട്ട് അതിൻ്റെ എക്സാക്റ്റായിട്ടുള്ളൊരു കണ്ടീഷൻ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. അത് വാങ്ങുന്നവർക്ക് കുറച്ചും കൂടി ഈസി ആകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. വണ്ടിയുടെ എക്സ്റ്റീരിയറിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വണ്ടിയുടെ മുൻഭാഗത്തു നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. KL 43 ആണ് വണ്ടിയുടെ രജിസ്ട്രേഷൻ വരുന്നത്. മട്ടാഞ്ചേരിയാണ് രജിസ്ട്രേഷൻ. അതുപോലെ തന്നെ വണ്ടിയുടെ ഫ്രണ്ട് ബമ്പർ ഓൾറെഡി റീപെയിൻറ്റഡ് ആണ്. എന്തോ സ്ക്രാച്ചോ കാര്യങ്ങളോ വന്നിട്ട് റീപെയിൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും വേറെ സ്ക്രാച്ചസോ അതുപോലെ തന്നെയുള്ള ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ലെഫ്റ്റ് സൈഡ് ഫ്രണ്ട് ടയറാണെങ്കിൽ പുതിയൊരു ടയറാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ഫെൻഡർ, ഈ ഒരു വീൽ ആർച്ച് അതല്ലെങ്കിൽ ഫെൻഡർ, അതുപോലെ തന്നെ റണ്ണിങ് ബോർഡ്, റൈറ്റ് സൈഡ് ഫസ്റ്റ് ഡോറ്, നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് റീപെയിൻറ്റഡ് ആണ്, ഓൾറെഡി റീപെയിൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. വണ്ടിയുടെ ഡോറോ ഗ്ലാസ്സോ അതുപോലുള്ള കാര്യങ്ങളൊന്നും റീപ്ലേസിങ് ഇല്ല. ഇൻറ്റീരിയർ ആണെങ്കിലും നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. നോക്കിയാൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ഇൻറ്റീരിയറാണ്. ഫ്രണ്ട് ഡോറ്, റണ്ണിങ് ബോർഡ്, അതുപോലെ തന്നെ വീൽ ആർച്ച്, ഇത്രയും കാര്യങ്ങൾ റീപെയിൻറ്റഡ് ആണ്. അതുപോലെ തന്നെ ബാക്ക് ഡോറ് വരണമെന്നുണ്ടെങ്കിലും ബാക്ക് ഡോറും റീപെയിൻറ്റഡ് ആണ്. വേറെ റീപ്ലേസോ അതുപോലെ തന്നെയുള്ള സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ ഇല്ല. ബാക്ക് സൈഡ് ഇൻറ്റീരിയർ ആണെങ്കിലും നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. ഫ്രണ്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന പോലെ തന്നെയാണ് ബാക്ക് സീറ്റും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ബാക്കിലെ ടയറാണെങ്കിൽ ഒരു ബിലോ ആവറേജ് കണ്ടീഷനാണ്. ഏകദേശം ഒരു 2000-3000 കിലോമീറ്റർ മാക്സിമം ഓടാനുള്ള ഒരു ടയർ കണ്ടീഷനാണ് ഉള്ളത്. ഇവിടെ നോക്കിയാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണാം. ഈ ഒരു കണ്ടീഷൻ ടയറാണ് വരുന്നത്. അതെന്തായാലും മാറേണ്ടി വരും. വേറെ സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ലൈറ്റ് അതുപോലെയുള്ള കാര്യങ്ങൾ പൊട്ടലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു നേരത്തെ പറഞ്ഞ 2 ഡോറ്, റണ്ണിങ് ബോർഡ്, ലെഫ്റ്റ് സൈഡ് ഫെൻഡർ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് റീപെയിൻറ്റഡ് ആണ്. വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല. ബാക്ക് സൈഡിലാണെങ്കിലും വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടിയുടെ ഡിക്കിയുടെ ഉൾഭാഗത്തായാലും ആ ഒരു ട്രേ ഉണ്ട് ഇവിടെ വരുന്നത്, നമുക്ക് മിസ്സിങ് ആണ്. വേറൊരു ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പഴയ നമ്പർ പ്ലേറ്റ് ആണ്. ബാക്കിലെ സ്റ്റെപ്പിന് ടയറാണെങ്കിലും ബിലോ ആവറേജ് കണ്ടീഷനാണുള്ളത്. തൽക്കാലത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടയറാണെന്നുള്ളത്. വേറെ അങ്ങനെ ഒരു ആക്സിഡൻ്റ് ആയതിൻ്റെ അല്ലെങ്കിൽ ഫ്ലഡ് അഫക്റ്റഡ് ആയതിൻ്റെ വേറൊരു ലക്ഷണങ്ങളും ഇല്ല വണ്ടിയിൽ നിലവിൽ. ഇതുവരെ നോക്കിയതിലില്ല. വേറൊരു ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ലൈറ്റിനങ്ങനെ പൊട്ടലോ പ്രശ്നങ്ങളോ ഇല്ല. ഇനി നമുക്ക് റൈറ്റ് സൈഡ് റിയർ ടയറാണെങ്കിലും ഒരു ബിലോ
ആവറേജ് കണ്ടീഷനാണ്. ഏകദേശം ഒരു 2000-3000 കിലോമീറ്റർ ഓടാനുള്ള ഒരു ട്രെഡും കാര്യങ്ങളും ഉള്ളു. അപ്പോൾ ആ ഒരു ടയർ എന്തായാലും മാറേണ്ടി വരും. ഇനി നമുക്ക് റൈറ്റ് സൈഡ് ബാക്ക് ഡോർ, റൈറ്റ് സൈഡിൽ വേറെ സ്ക്രാച്ചസോ അതുപോലെ തന്നെ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് നിലവിൽ വിസിബിൾ അല്ല. ടയറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ആണെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ചെറിയൊരു പെയിൻറ്റിങ്ങും കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ആ ഡോറും ഗ്ലാസും റീപ്ലേസിങ് ഇല്ല, കമ്പനി ഡോറും ഗ്ലാസും തന്നെയാണ് വരുന്നത്. ഫ്രണ്ട് ഡോറ് ഗ്ലാസും റീപ്ലേസിങ് ഇല്ല, അതും ഒറിജിനൽ തന്നെയാണ്. നമുക്കിനി വണ്ടിയുടെ ഉള്ളിൽ എങ്ങനെയാണ് നോക്കണേക്ക് മുന്നേ റണ്ണിങ് ബോർഡും കൂടി ഒന്ന് നോക്കാം. വണ്ടിയുടെ അണ്ടർ ബോഡി വേറെ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ ഒന്ന് കയറി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. വണ്ടിയുടെ റണ്ണിങ് കിലോമീറ്റർ വരുന്നത് 67,619 വണ്ടിയുടെ റണ്ണിങ് കിലോമീറ്റർ വരുന്നത്. വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേറെ ഡിലേയോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വാർണിംഗ് ലൈറ്റ്സ് ഏതെങ്കിലും ഓണായി കിടക്കണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാൻ ഡിലേ കാര്യങ്ങളൊന്നുമില്ല. സ്റ്റിയറിംഗിൽ നമുക്ക് ചെറിയൊരു അടി വരുന്നുണ്ട്. എൻ്റെ ഒരു കടകട സൗണ്ടാണ് കേൾക്കുന്നത്. അതേപോലെ തന്നെ AC നമുക്ക് വർക്കിംഗ് കണ്ടീഷനാണ്, കൂളിംഗ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ഇൻറ്റീരിയർ ഒന്ന് നല്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു ഇൻറ്റീരിയർ തന്നെയാണ്. കസ്റ്റമർ പുറത്തെവിടെയാണ് സർവീസ് ചെയ്തതിൻ്റെയാണ് ഒരു സ്റ്റിക്കറാണത്. ഇതിനകത്ത് നമുക്ക് റണ്ണിങ് കിലോമീറ്റർ കാണിച്ചിരിക്കുന്നത് 73,254 അടുത്ത സർവീസ് വരുന്നത് 78,251 13/7/2020 സർവീസ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റിക്കറാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് വണ്ടിയുടെ റണ്ണിങ് കിലോമീറ്റർ അടക്കുന്നത് 67,000. കസ്റ്റമർ പറയുന്നത് സർവീസ് ഹിസ്റ്ററി ഉണ്ടെന്നുള്ളതാണ്. ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, വണ്ടി കണ്ടിട്ടും അത്രയും കിലോമീറ്റർ ഓടിയതിൻ്റെ യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. ഇപ്പം ഞാൻ എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വണ്ടി ആരെങ്കിലും ഇഷ്ടപ്പെട്ട് നോക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർവീസ് ഹിസ്റ്ററും കൂടി ഒന്ന് നോക്കുക. എനിക്ക് ഈ പറഞ്ഞ പോലെ തിരക്കുള്ളത് കാരണം സർവീസ് ഹിസ്റ്ററി ഒന്നും നോക്കാനുള്ളൊരു ടൈം കിട്ടുന്നില്ല. നിലവിൽ അങ്ങനെ ഒരു മീറ്റർ മറിച്ചേക്കുന്നതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും കാണുന്നില്ല. ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ ഞാനത് എല്ലാവരെയും ജസ്റ്റ് ഇൻഫോം ചെയ്തു എന്നേ ഉള്ളൂ. ഇവിടെ നിന്ന് കുറച്ചും കൂടി ഒരു ഇൻറ്റീരിയറിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും നമുക്ക്. സീറ്റ് കവേഴ്സ് അങ്ങനെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഫ്ലഡ് അതുപോലെ തന്നെ വേറെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല നമുക്ക് വണ്ടിയിൽ. സീറ്റ്സ് എല്ലാം നല്ല ഗുഡ് കണ്ടീഷനാണ്. ഫ്രണ്ടും ഓൾറെഡി ഒരു പുതിയ ടയർ തന്നെയാണ്. ഫ്രണ്ടിലെ 2 ടയറും പുതിയതാണ്.
വണ്ടിയുടെ എൻജിൻ സൈഡ് അങ്ങനെ വലിയ ലീക്കോ കാര്യങ്ങളോ അതുപോലെ തന്നെ ഫ്രണ്ട് എൻജിൻ പോർഷൻ ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലഡ് ഹിസ്റ്ററിയും ഇല്ല നമ്മൾക്ക്. വണ്ടിക്ക് എനിക്ക് തോന്നിയ ഒരു കംപ്ലൈൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സസ്പെൻഷൻ്റെ ചെറിയ സൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് സൗണ്ട് ഉണ്ട്, ക്ലച്ച് കുറച്ച് ഹാർഡാണ്. ഇനി അത് പ്രഷർ പ്ലേറ്റിൻ്റെ ആണോ അല്ലെങ്കിൽ റിലീസ് ബെയറിങ്ങിൻ്റെ ആണോ എന്നുള്ളത് അത് അഴിച്ച് നോക്കിയാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. അത്യാവശ്യം ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ഹാർഡാണ്. അതുപോലെ തന്നെ നമുക്ക് വണ്ടി 67,619 കിലോമീറ്റർ ഓടിയിരിക്കുന്നത് വിത്ത് കമ്പനി സർവീസുള്ള ഒരു വണ്ടിയാണ്. പിന്നെ നമുക്ക് മേജറായിട്ട് പറയാനുള്ളത്, അതുപോലെ തന്നെ ഫോർഡിന്റെ വണ്ടിയിൽ മെയിനായിട്ട് കാണുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഇഞ്ചക്ടർ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും നമുക്ക് ഈ വണ്ടിയിൽ ഇതുവരെ നമുക്ക് നോക്കിയിട്ട് അങ്ങനെ ഒരു കംപ്ലൈന്റ് കാണിക്കുന്നില്ല. ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ഏകദേശം ഒരു കണ്ടീഷൻ വരുന്നത്. ലെഫ്റ്റ് സൈഡ് ഓൾറെഡി ഓൾമോസ്റ്റ് റീപെയിന്റഡ് ആണ്. റൈറ്റ് സൈഡ് വലിയ കുഴപ്പമില്ല. 2 ടയർ നമുക്ക് മാറേണ്ട കണ്ടീഷൻ ഉണ്ട്. അതുപോലെ തന്നെ റീപ്ലേസിങ്ങോ റീപേസ്റ്റിങ്ങോ അതുപോലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. സ്റ്റിയറിംഗ് സൗണ്ട്, അതുപോലെ തന്നെ സസ്പെൻഷന്റെ സൗണ്ട്, ക്ലച്ച് ടൈറ്റ്, ഇതൊക്കെയാണ് നമുക്ക് കംപ്ലൈന്റ് ആയിട്ട് വരുന്നത്. വേറെ ഓയിൽ അടിയോ കാര്യങ്ങളൊന്നും നമുക്ക് വണ്ടിയിലില്ല. ഈ വണ്ടിയുടെ പേപ്പർ വർക്കിനെ പറ്റിയുള്ള ബാക്കി ഡീറ്റെയിൽസും അതുപോലെ തന്നെ കസ്റ്റമറെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറും വണ്ടി കിടക്കുന്ന സ്ഥലവും അങ്ങനെയുള്ള സകല ഡീറ്റെയിൽസും ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണുന്നവർ ദയവായിട്ട് ഡിസ്ക്രിപ്ഷനും കൂടി ഒന്ന് വായിച്ചു നോക്കുക. നമുക്കിനി എന്താ പറയുക, ഈ വണ്ടിയുടെ ഒരു കണ്ടീഷനും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതുപോലുള്ളൊരു അടുത്ത സെയിലിന് വരുന്ന ഒരു വണ്ടിയുടെ വിശേഷങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.